ദൈവം കൈപിടിച്ച് സഹായിച്ചവരെ എല്ലാം ഓർത്താൽ അവരുടെയൊക്കെ കൈ മറ്റാരൊക്കെയോ വിട്ട സമയത്തായിരുന്നു ദൈവം കൈപിടിച്ചത്. മറ്റുള്ളവർ നിങ്ങളെ കൈവിടുമ്പോൾ, മറന്നു കളയുമ്പോൾ, കൈ വെടിഞ്ഞു കളയുമ്പോൾ ആരുമില്ലെന്ന് ചിന്തിക്കേണ്ട. ഇന്ന് കർത്താവ് തരുന്ന ആലോചന, നിങ്ങളുടെ കൈ ദൈവം പിടിക്കാൻ സമയമായി. ദൈവം നിങ്ങളുടെ വിഷയത്തെ ഏറ്റെടുക്കാൻ സമയമായി. ഹല്ലേലൂയ. നാളുകളായി, കാലങ്ങളായി മറുപടിയില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ, മുന്നോട്ട് ഗമിക്കാൻ പറ്റുന്നില്ലെന്ന വിഷയത്തിൽ ദൈവം നിങ്ങളുടെ ഗമനത്തെ ദൈവികമായ പാതയിലൂടെ സ്ഥിരപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചിട്ട് ദൈവികമായ ബന്ധം ലഭിക്കാൻ കഴിയാതെ, ജോലി ലഭിക്കാതിരിക്കുകയും, അതുപോലെ തന്നെ ദൈവിക പദ്ധതിയിൽ മുന്നേറാൻ കഴിയാതിരിക്കുകയും, കർത്താവിന്റെ സന്നിധി വിശ്വാസത്തോടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതിരിക്കുന്നവരോട് പരിശുദ്ധാത്മ സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളെ കൈപിടിക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ കരം പിടിച്ച് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അങ്ങനെ ഉറപ്പിച്ചു നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 37-ാം സങ്കീർത്തനത്തിന്റെ 23-24 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. അവൻ വീണാലും നിലംപരിചാകുകയില്ല. യഹോവ അവനെ കൈപിടിച്ചു താങ്ങും. ഒരുത്തനെ ദൈവത്തിന് ഇഷ്ടമായാൽ അവൻ ദൈവത്തെ കളിപ്പിക്കുന്നില്ല, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, മനഃപൂർവ്വമായി ആശ്രയിക്കുന്നു എന്ന് ദൈവം തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് മനസ്സിലാകുമ്പോൾ, ദൈവം അവന്റെ കൈ പിടിക്കും. ഹല്ലേലൂയ. അവന് സ്ഥിരമായ യാത്രകൾ, സ്ഥിരമായ ഗമനം ദൈവം ഒരുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലരുണ്ടല്ലോ എവിടെ ഉറക്കത്തില്ല, 6 മാസം, 9 മാസം, 1.5 വർഷം, ഇങ്ങനെ ഒരു ജോലിയിൽ ഉറക്കത്തില്ല, ഒരു സ്ഥലത്തും ഉറയ്ക്കാൻ കഴിയാതെ, താമസത്തിൽ ഉറക്കത്തില്ല. ഇങ്ങനെ ഇപ്പം വീട് മാറി മാറി അടുത്ത വീട്, ഒരു വീട് നോക്കുമ്പോൾ അതിന് വേറെ കുറ്റം, അതിന്റെ ദിശയ്ക്ക് കുറ്റം, അല്ലെങ്കിൽ അതിന്റെ സ്ഥലത്തിന് കുറ്റം, അതിന്റെ പല കാര്യങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. സ്ഥിരപ്പെടാത്ത ജീവിതം, സ്ഥിരതയില്ലാതെ അലഞ്ഞ് നടക്കുമാറാക്കുന്ന പിശാചിന്റെ വലിയ തന്ത്രങ്ങളിലും അന്ധവിശ്വാസത്തിലും കുടുങ്ങിപ്പോകുന്ന മനുഷ്യൻ. പക്ഷേ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൽ നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളോടൊന്ന് പ്രസാദം തോന്നിയാൽ ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. 40-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റും കിടന്ന അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തെ സ്തുതിക്കാനുള്ളതാ. ഹല്ലേലൂയ. അത് ആരാന്നറിയാമോ? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തോട് വിശ്വാസം അർപ്പിച്ച് അപേക്ഷിക്കുന്നവന് വേണ്ടി ദൈവം കരം നീട്ടും. അവനെ കരം നീട്ടി ദൈവം അവനെ വിടുവിക്കും. എത്ര കുഴിയിലകപ്പെട്ടാലും ദൈവം അവന്റെ കരം പിടിക്കും. അവനെ ഉറപ്പുള്ള പാറയിൽ ദൈവം നിർത്തും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. ദൈവത്തിന് മനുഷ്യർക്ക്, നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതും മനുഷ്യർക്ക് നമ്മളോട് പ്രീതി തോന്നാനും അല്ലേ നമ്മളെ ശ്രമം എല്ലാം ചെയ്യുന്നത്. അതൊക്കെ ഒരു താൽക്കാലികമാണ്. അവരൊക്കെ കൈ ഇട്ടേച്ച് പോകും, ഉപേക്ഷിച്ചേച്ച് പോകും. ഇപ്പൊ ശൗൽ രാജാവ്, ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായ ശൗലിനോട് ദൈവം പറഞ്ഞു, നീ അമാലിക്കരെ പൂർണ്ണമായി സംഹരിക്കണം. കാരണം അതിന് കാരണമുണ്ട്. വഴിയിൽ വെച്ച് അമാലിക്കര് നിങ്ങളെ നശിപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ ശൗൽ എല്ലാറ്റിനെയും നശിപ്പിച്ചില്ല. തടിച്ചതിനെയും കൊഴുത്തതിനെയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് അമാലിക്ക രാജാവിനെയും കൂടെ കൊണ്ടുവന്നു. ഒടുവിൽ ദൈവം പറഞ്ഞു, നീ ദൈവത്തെ അനുസരിക്കേണ്ടതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. നീ ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടി ഈ തടിച്ചതിനെയും കൊഴുത്തതിനെയും കൊണ്ടുവരണ്ടായിരുന്നു. ദൈവത്തിന് കൊടുക്കുന്ന യാഗത്തെക്കാളും നീ ദൈവത്തെ അനുസരിക്കുന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും അനേകം ഒത്തിരി നേർച്ചയും കാഴ്ചയും ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ കൊടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ അവരെ കൊടുക്കുന്നില്ല, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. സഹോദരങ്ങളെ, ദൈവത്തെ അനുസരിക്കൂ, നിങ്ങൾക്ക് ദോഷമൊന്നും വരികയില്ല. ദൈവത്തെ അനുസരിക്കൂ, ദൈവം ഉയർച്ച തന്നെ തരും. ഒടുവിൽ അമാലേക്കിനെ നശിപ്പിക്കാതിരുന്നതുകൊണ്ട് യഹോവയ്ക്ക് ശൗലിനോട് വേദന തോന്നി, വിഷമം തോന്നി. ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തത് കൊണ്ട്, രാജാവാക്കിയത് കൊണ്ട് അനുദപിച്ചു. ഒടുവിൽ ആ സ്ഥാനം ദാവീദിന് ദൈവം കൈമാറുകയായിരുന്നു. തന്നെയുമല്ല, ഒടുവിൽ ശൗൽ രാജാവിനെ കൊന്നത്, വാള് കൊണ്ട് കൊന്നത് ഒരു അമാലേക്യനാണെന്ന് പിന്നെ നമ്മൾ കാണാനിടയായിത്തീർന്നു. ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്,
ശൗലിനെ കൊന്ന്, ശൗൽ വാളിന്മേൽ ചാരി മരിച്ചതല്ല, ചാരിയെങ്കിലും മരിച്ചില്ല, ഒരു അമാലേക്കൻ അവനെ വെട്ടിക്കൊന്നു. നശിപ്പിക്കാൻ പറഞ്ഞിടത്ത് നശിപ്പിക്കുക. ദൈവം എന്ത് പറഞ്ഞു? നശിപ്പിക്കാൻ പറഞ്ഞാൽ അതിന്റെ ആത്മീയാർത്ഥം പറഞ്ഞാൽ നീ ഒഴിവാകേണ്ട ഭാഗത്ത് ഒഴിവായിക്കോണം, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞോണം, കർത്താവിനോട് പറ്റി നിന്നോണം, ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ചോണം എന്ന് പറയുമ്പോൾ അത് തന്നെ മുറുകെ പിടിച്ചോണം. ദൈവം കാര്യങ്ങളെ ചെയ്തോളൂ എന്നുള്ള ഉറപ്പാണിത്. ഉറപ്പാ, ദൈവം കൈവിടത്തില്ല. ഹല്ലേലൂയ, ആമേൻ. 121 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു വരെ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും, നിന്റെ കാൽ വഴുകുവാൻ അവൻ സമ്മതിക്കുകയില്ല. നമ്മുടെ കാലിന്റെ ഗമനം അല്ലെങ്കിൽ നമ്മുടെ പാത ദൈവം സ്ഥിരമാക്കി തരും. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്ഥിരമായ ശ്രേഷ്ഠമായ ജോലി പാതകൾ ഒരുക്കി തരാൻ കഴിയുക. വിശ്വാസത്താൽ ഈ പ്രവചനം നിങ്ങൾ ഏറ്റെടുത്തു. കർത്താവ് നിങ്ങൾക്കൂടെ സ്ഥിരമായത് ഈ ജൂലൈ മാസത്തിൽ ഇത് അവസാനിക്കും മുമ്പേ തന്നെ ദൈവം സ്ഥിരമായ അടിസ്ഥാനങ്ങളെ നൽകി തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾക്കൂടെ പ്രവർത്തിക്കട്ടെ. ഞാൻ ആ ദൂത വിശ്വസിച്ച് ഞാൻ ആമേൻ പറയുക. അത് നിങ്ങളെ സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്നവരിൽ ആ വിഷമത്തിൽ കടന്നു പോകുന്നവർക്ക് ദൈവം ഒരു വിടുതൽ തരാൻ പോവുകയാണ്. ആമേൻ. അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട. ദൈവം നിങ്ങളുടെ കരം പിടിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങൾക്ക് സ്ഥിരമായ നന്മകൾ നൽകിത്തരും. ഒരുപാട് ഉഴലുമാറായ തന്റെ ജനത്തെ 40 സംവത്സരം മരുഭൂമിയിൽ ഉഴലുമാറായ ആ ജനത്തെ ദൈവം കനാനിൽ ഉറപ്പിച്ചു. ഇന്നും എത്രയോ വർഷങ്ങളായി, ഏകദേശം 3500ഓളം വർഷമായിട്ട് ആ ജനം ഇന്നും കനാൻ ദേശം അവരുടെ അവകാശമാണ്, ഇസ്രായേലിന്റെ അവകാശമാണ്. പ്രിയമുള്ളവർ, ദൈവം ഉറപ്പിച്ചാൽ അത് ഉറപ്പിച്ചതാ. ആരെല്ലാം അപഹരിക്കാൻ നോക്കിയാലും തട്ടിയെടുക്കാൻ നോക്കിയാലും അത് മാറുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ വകയായിരുന്നോ? കർത്താവ് യേശു തന്നെ പറഞ്ഞില്ലേ, പിതാവ് എനിക്ക് തരുന്നു നോക്കിയോ എന്റെ അടുക്കൽ വരുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവർ എന്നെ അനുഗമിക്കും, അവരെ എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-28 വാക്യത്തിലുണ്ട്. എന്റെ കയ്യിൽ നിന്ന് അവയെ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റുകയില്ല. അതെ, നിങ്ങൾ കർത്താവിന്റെ കയ്യിലാണ്, നാം കർത്താവിന്റെ കയ്യിലായിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി സ്ഥിരമായ വഴികളെ തുറന്നു തരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ ആ ദൂത് പറഞ്ഞപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഭാവി സംബന്ധമായിട്ട്, കുഞ്ഞുങ്ങളുടെ യാത്ര സംബന്ധമായിട്ടൊക്കെ, ഭവനത്തിന് പണി സംബന്ധമായിട്ടൊക്കെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റേതെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടോ, രോഗത്തിന്റെ ബന്ധനങ്ങൾ കൊണ്ടോ, തീരാത്ത പ്രതിസന്ധികൾ കൊണ്ടൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൂടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞാൻ ഒന്നിച്ച് അവിടുത്തെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രസാദിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമായ അടിസ്ഥാനങ്ങൾ നൽകിത്തരും. ഞങ്ങൾ ഉയരുവാൻ സമ്മതിക്കുകയില്ല. യേശുപ്പ, ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ സ്ഥിരമായ വാതകളെ, ചില അടിസ്ഥാനങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിലെ ചാഞ്ചല്യമെല്ലാം മാറിയിട്ട് ഉറപ്പോടെ കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടുന്ന സ്ഥിരമായ നന്മകളെ, അടിസ്ഥാനങ്ങളെ കരുതുവാൻ, വഴികളെ തുറക്കുവാൻ, ജോലി, കർത്താവേ, നന്മകൾ, വാതിലുകൾ, തലമുറയുടെ ഭാവി എല്ലാം യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും, അത്ഭുതം ചെയ്യും. ഞങ്ങൾ വചനം ഏറ്റെടുത്ത് ആമേൻ പറയും. കർത്താവ് അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ വഴികൾ കാണട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വെരി ബ്ലെസ്ഡ് ഡേ.